ഗൈസ്, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാനായിട്ട് ഇനി ആകപ്പാട് 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ 2 ആഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്തു ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നുള്ളത് നമുക്ക് സംസാരിച്ച കാര്യമാണ്. ഇനി ഈ പറഞ്ഞ പോലെ ആകപ്പാട് 5 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ മാസം അവശേഷിക്കുന്നത് ആകെ ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള മത്സരമാണ്. 30-ാം തീയതിയാണ് ആ മത്സരം നടക്കുന്നത്. അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഫെബ്രുവരി 15-നാണ് ഒരു മത്സരമുള്ളത്. അത് മോഹൻ ബഗാനെതിരെയാണ്. സോ ഇനി ജനുവരിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് ആകപ്പാട് 5 മത്സരമാണ്. ഇത് നമ്മൾ ഓൾറെഡി ഒക്ടോബറിലോ മറ്റൊരു വീഡിയോ ചെയ്തപ്പം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മുടെ ക്ലബിൻ്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ടീമിൻ്റെ പ്രകടനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ജനുവരി ആദ്യ ആഴ്ച മുതൽ തന്നെ പ്രോ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. നിലവിൽ നമുക്കറിയാം പ്ലേ ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ താറുമാറായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനിയിപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഗുണകരമായിട്ട് അത് മാറുമെന്ന് അറിയത്തില്ല. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായേനെ. ഇത്രയും പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ട് ആകപ്പാടൊരു പ്രയോജനം ഉണ്ടായത്, ഒന്ന്, നമ്മൾ വികാസ് ഷിംനാമിൻ്റെ സൈനിങ് അടുത്ത സമ്മറിൽ നടക്കേണ്ടത് ജനുവരിയിലേക്ക് സംഭവിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിദേശ താരത്തെ നമ്മൾ ജനുവരിയിൽ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് മറ്റൊരു താരത്തെ കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നത് ഒരു ചരിത്രമാണെന്ന് പറയുമ്പോഴും നമ്മൾ ഫക്ഡ് അപ്പ് എന്നുള്ള സാഹചര്യം തന്നെയാണുള്ളത് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഗോയിങ്സ് 7 എണ്ണം പോയി, ഇൻകമിങ്സ് വന്നത് 2 എണ്ണം. സോ ഈ ഒരു മീഡിയോക്കർ മെൻറ്റാലിറ്റി ഉള്ള മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പം ഇപ്പം മീഡിയോക്കർ മെൻറ്റാലിറ്റി ഉള്ള ഫാൻസും ഒരുപാടുണ്ടാവല്ലോ. അപ്പം ഇവരുടെ കാര്യം കൂടി ഒന്ന് സംസാരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സൈനിങ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ നമ്മുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ പൊളിച്ചെടുക്കുന്നു, ഇപ്പോൾ പറഞ്ഞവരൊക്കെ ആരായി, അല്ലെങ്കിൽ ഒരു ന്യൂ മാനേജർ ബൗൺസൊക്കെ വന്ന സമയത്ത് നമുക്ക് 2-3 മാച്ചസ് വിൻ ചെയ്യാൻ കഴിഞ്ഞ സമയത്തും ഇതേ തരത്തിലുള്ള കമൻസൊക്കെ വന്നിരുന്നു. ഇതിനി മാനേജ്മെൻറ്റ് പറഞ്ഞിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് മാത്രമല്ല പലയിടങ്ങളിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന് ചിന്തിക്കുന്ന ആരാധകരാണ് അവർ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഫക്ഡ് അപ്പ്. കാരണം 7 താരങ്ങൾ പോയിട്ട് ഈ 2 താരങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അതിന് ഇപ്പോൾ പറയുന്നൊരു ന്യായം, മറ്റേ ഒരു മൈക്കിൻ്റെ മുന്നിലിരുന്ന് പറയുന്നൊരു ന്യായം ഉണ്ടല്ലോ, നമ്മൾ സ്ക്വാഡിൽ ഒരുപാട് പ്ലെയേഴ്സ് ആവശ്യമില്ലാത്തവരുണ്ടായിരുന്നു, അപ്പോൾ അവരെ നമ്മൾ ഒഴിവാക്കുന്ന പരിപാടിയാണ് ഉള്ളതെന്നുള്ളത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആവശ്യമില്ലാത്ത പ്ലെയേഴ്സിനെയൊക്കെ ആരാണ് ഈ വാങ്ങി കൂട്ടിയിട്ട് വെച്ചിരുന്നത്? തീരുമാനമെടുത്തത് ആരാണ്? അത് ഫാൻസ് നടത്തിയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അത് നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾ തന്നെ തെറ്റുപറ്റി. എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? നേരത്തെ നിങ്ങൾക്ക് വല്ല ഏജൻസി കമ്മീഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പരിപാടി അവസാനിച്ചപ്പോഴാണ് ഇവരെ സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ കമ്മീഷൻ അടി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്താണെങ്കിലും മനസ്സിൽ വെച്ചു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഒന്നാമത് തന്നെ പല പൊസിഷൻസിലും പ്ലേയേഴ്സിന് വളരെ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ അത് ഒന്നും ഇപ്പോഴും ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമുക്ക് ജനുവരിയിൽ ആത്മാർത്ഥത്തോടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്ക് അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫ് കളിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടായി. നമുക്ക് ഓൾറെഡി തന്നെ പല പൊസിഷൻസിലും പ്ലേയേഴ്സിന് ആവശ്യമായിരുന്നു. ഇപ്പം റൈറ്റ് വിങ് പൊസിഷൻ, ഗോൾ കീപ്പിംഗ് പൊസിഷൻ, ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനൊക്കെ നമ്മൾ പറയുന്നതാണ്. ആ സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന പ്ലേയേഴ്സിനെ പോലും സെല്ല് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് അവിടേക്ക് റീപ്ലേസ്മെൻറ്റ് പോലും വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം ഗ്രേറ്റ്നെസ് ഈ പറഞ്ഞ നമ്മുടെ മാനേജ്മെൻറ്റിനുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ആ ഒരു മെൻറ്റാലിറ്റി എന്താണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ നമുക്ക് സൂചിപ്പിക്കുന്നത്. ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു മാറ്റം ഉണ്ടാകണം എന്ന നിലയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കണ്ണിപ്പൊടിയിടൽ തിങ്സ് എന്ന നിലയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കോച്ചിനെ ഒന്നും പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇപ്പം ഇങ്ങനെയൊന്നും ഈ മാസം എങ്ങനെയെങ്കിലും ഈ ഒരു അവശേഷിക്കുന്ന സീസൺ തട്ടി മുട്ടിച്ചൊന്ന് പോയി അല്ലെങ്കിൽ അടുത്ത സീസൺ നോക്കാമെന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം പ്ലേ ഓഫ് നമുക്ക് സാധ്യത ഉണ്ടായിരുന്നു, അതിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഇവൻ സൂപ്പർ കപ്പ് എങ്കിലും ഉണ്ട്, അതിൽ ജയിച്ചാൽ പോലും നമുക്ക് AFC എന്ന് പറയുന്ന അവർ പോഡ്കാസ്റ്റിന് മുമ്പിൽ AFC എന്നൊക്കെ പറഞ്ഞ് ഡ്രീംസൊക്കെ പറയുന്നുണ്ട്. ഈ AFC എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഫ്രീ ടിക്കറ്റ് എടുത്ത് പെയിൻറ്റ് വിറ്റിട്ട് കളിക്കാൻ പോകുന്ന പരിപാടിയല്ല. ഇത് ട്രോഫി വിൻ ചെയ്തിട്ട് പോകുന്നൊരു പരിപാടിയാണ്. അപ്പം അങ്ങനത്തെ സാധ്യതയൊക്കെ ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യണം, കളിക്കണം, ജയിക്കണം. ഈ ഒബ്സഷൻ എണ്ണനൊക്കെ ഇരുന്ന് ഈ ഒബ്സഷൻ ചാറ്റർജി എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര വിഷമമാണ്. ചിപ്സ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഭയങ്കര വിഷമമാണ്. ഓണേഴ്സിനെ കളിയാക്കുന്നത് ഭയങ്കര വിഷമമാണ്. ഈ വെറുതെ ഇരുന്ന് ഫാൻസ് ഇതൊന്നും പറയുന്നതല്ല, നിങ്ങളുടെ ആക്ഷൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. സോ അതും മനസ്സിലാക്കുക. പിന്നെ ഇത് മെഷീൻസ് ഒന്നും അല്ല ഈ ആരാധകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതിരിക്കുന്നത്. ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും കേൾക്കാൻ ഒരു ഇതില്ലെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവുക. സോ ഇത്രയും ഫാൻസ് ഉള്ളൊരു ക്ലബ്ബാണ്. ഈ ഒരു ജനുവരിയിലെ ഈ കണ്ണിപ്പൊടിയുടെ പ്രവർത്തനം തന്നെ പ്രൂവ് ചെയ്യുന്നു. സ്റ്റിൽ അവർ ഈ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു ഓട്ടകൾ മറ്റേ ചോറ് വെച്ചടയ്ക്കാനാണ് നോക്കുന്നത്, അല്ലാണ്ട് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. സോ അങ്ങനൊരു സൊല്യൂഷൻ ഒരു വിഷനോടുകൂടി വരട്ടെ, വാക്കിൽ മാത്രമല്ല പ്രവർത്തിയിലും, എന്നിട്ട് നമുക്ക് നോക്കാം. ദാറ്റ്സ് ഇറ്റ് ഗേസ്. ഇനിയും ഇങ്ങനത്തെ ഒരു കാര്യം പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ജനുവരിയിൽ വലിയ വായ്ത്താളമൊക്കെ അടിച്ചിട്ട് അവസാനം ഈ ഗതി ആയതുകൊണ്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് വിചാരം കമ്പോസ് ചെയ്യാൻ പറ്റുക. സെനിങ് ഓഫ്.